ഹലോ. അപ്പോൾ നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ചു, അതിനകത്തൊരു പഞ്ചസാര ഇട്ടു, പിന്നെ അതിനകത്തൊരു ആവശ്യത്തിന് മൈദപ്പൊടി എടുത്തു. ഇനി നമ്മൾ കുഴയ്ക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഇതാക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമ്മൾ മൈദ കുഴയ്ക്കുക കേട്ടോ. ശരിക്കും കുഴച്ച് നല്ല സോഫ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് പരത്താൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ മൈദ എടുത്ത് പരത്താൻ പോവാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തുക കേട്ടോ. പക്ഷെ അത്യാവശ്യം ചെറിയൊരു കട്ടിയിൽ വേണം കേട്ടോ. വലിയ ഓവറായിട്ട് സ്മൂത്ത് ആക്കണ്ട, ഇച്ചിരി ഒരു കട്ടി ഇരുന്നോട്ടെ. അങ്ങനെ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ വലിയ ഓവറായിട്ട് നമ്മൾ നൈസാക്കി ആക്കരുത്. അങ്ങനെ വെട്ടിയെടുത്തിട്ട് അത്യാവശ്യം കട്ടി വേണം കേട്ടോ. അങ്ങനെ ഈ വെട്ടിയെടുത്ത കഷ്ണമെല്ലാം കൂടെ നമ്മൾ കുറച്ച് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഓരോ പീസ് അതിനകത്ത് ഇടുക. അങ്ങനെ നമ്മൾ എന്നിട്ട് വറുത്ത് പോരുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. താങ്ക് യു.